ഹായ് മക്കളെ, സാധാരണയായിട്ട് നമ്മുടെ SSLC റിസൾട്ടൊക്കെ വന്ന് ഫുൾ A+ഓട് കൂടി പാസ്സായി +1ലും +2ലും നല്ല മാർക്കോട് കൂടി പാസ്സാവുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കാണാറുണ്ടല്ലേ. അതേപോലെ തന്നെ മറ്റു ചില കൂട്ടരുണ്ട്, SSLCയിൽ ഫുൾ A+ഓട് കൂടിയൊക്കെ പാസ്സാവും, ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടത്തോടെ +1ൽ സയൻസ് ഒക്കെ ചൂസ് ചെയ്യും. പക്ഷേ +1 +2ലേക്ക് എത്തുമ്പോൾ അവർ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാതാവും, പ്രതീക്ഷിച്ചതിൽ മാർക്ക് കുറഞ്ഞു പോകുന്ന കുറച്ച് ആൾക്കാർ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ രണ്ട് കാറ്റഗറിയിലും ഉൾപ്പെടാത്ത ഒരാളെ പറ്റിയിട്ടാണ്. അപ്പോൾ പേരും കാര്യങ്ങളും ഒന്നും ഞാനിവിടെ വെളിപ്പെടുത്തില്ല കേട്ടോ. അപ്പോൾ ആളെ പറ്റി പറയുകയാണെങ്കിൽ SSLC പരീക്ഷയിൽ നമ്മളെല്ലാവരും അവൻ്റെ പാരൻസും അവൻ്റെ ടീച്ചേഴ്സും ഒക്കെ ഒരുപാട് പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ട ഒരു കുട്ടിയായിരുന്നു. അതായത് SSLC പരീക്ഷയിൽ ഫുൾ A+ തന്നെ കിട്ടും എന്ന് എല്ലാവരും 100% പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ SSLCയുടെ റിസൾട്ട് വന്നപ്പോൾ അവന് ലഭിച്ചത് 6 A+ഉം പിന്നീട് B+ഉം Bയും ഒക്കെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം എല്ലാവരെയും ഇത് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു. അപ്പം നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു. കാരണം നമ്മൾ അത്രയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇത് അവന് മാനസികമായിട്ട് വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. കാരണം അവന് പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല, എല്ലാവരുടെയും ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമം. ഇനി അതേപോലെ കൂടെയുള്ളവർ, അവൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ചവർക്കൊക്കെ ഫുൾ A+ കിട്ടി. അങ്ങനെ അവന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവന് എപ്പോഴും SSLCക്ക് ശേഷം +1ൽ സയൻസ് എടുക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പം SSLCയിൽ മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് അവൻ പിന്നോട്ടേക്ക് മാറിയില്ല. +1ൽ സയൻസ് എടുക്കണം എന്ന ആഗ്രഹത്തിൽ തന്നെ അവൻ ഉറച്ചു നിന്നു. അപ്പോൾ SSLCയിൽ ഒബ്വിയസ്ലി മാർക്ക് കുറഞ്ഞതുകൊണ്ട് എല്ലാവരും അവനെ തളർത്താനൊക്കെ നോക്കി. അതായത് ഇനി നീ +1ൽ സയൻസ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല, കാര്യം SSLCയിലേ സയൻസിന് മാർക്ക് മേടിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് +1 +2ലേക്ക് എത്തുമ്പോൾ നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ സാധിക്കുക. പക്ഷേ ഇവർ പറഞ്ഞതൊന്നും ഇവൻ കേട്ടില്ല. +1ൽ സയൻസ് തന്നെ എടുക്കണം എന്ന ആ കുട്ടി മനസ്സിൽ ഉറപ്പിച്ച് അതിൻ്റെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴാണ് അവന് സയൻസിന് +1ൽ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ഓൾറെഡി നമ്മൾ SSLCയിൽ ഇത്ര മാർക്ക് കുറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, പിന്നെ ഇനി നമ്മൾ +1ലേക്ക് വരുമ്പോൾ വലിയ മാർക്കൊന്നും ഉണ്ടാവില്ല, ഓക്കെ ജസ്റ്റ് പാസ്സായിരിക്കും എന്നൊക്കെ ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാവുക അല്ലേ. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് +1ൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ ക്ലാസ്സിലെ ടോപ്പർ എന്ന് പറയുന്നത് അവനായിരുന്നു. അപ്പം എല്ലാവരെയും ഞെട്ടിച്ചതായിരുന്നു ഈ കുട്ടിയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഇപ്പോൾ SSLCയിൽ മാർക്ക് കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴേ മാർക്കില്ല, പിന്നെ എങ്ങനെയാണ് ഇനി എനിക്ക് ഫ്യൂച്ചറിൽ നല്ല മാർക്കിലേക്ക് എത്താൻ സാധിക്കാമെന്നല്ലേ. അപ്പം മക്കളെ, നമ്മളൊരു കാര്യം ഡിറ്റർമിനേഷനോട് കൂടി ദൃഢനിശ്ചയത്തോടു കൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വിദ്യാർത്ഥി അല്ലേ. SSLC നമ്മുടെ പരീക്ഷ എഴുതി നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലേ. അവരിലൊരു 60% ആൾക്കാർക്കും +1ൽ സയൻസ് എടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ തന്നെ വരുന്നവരാണ്. ചിലർ ഒരു തരത്തിലുള്ള മോട്ടിവേഷൻ ഇല്ലെങ്കിൽ തന്നെ, നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് മോട്ടിവേഷൻ കിട്ടിയില്ലെങ്കിലും എക്സ്ട്രാ കോച്ചിങ് കിട്ടിയില്ലെങ്കിലും അവർ സ്വയമേ തന്നെ ഇരുന്ന് പഠിച്ച് തന്നെ ആ ഒരു നല്ല മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരാണ്. പക്ഷേ അതിൽ മെജോറിറ്റി വരുന്ന ഒരു 70% ആൾക്കാരുണ്ട് അല്ലേ. അവർ ഇതേപോലെ തന്നെ എനിക്ക് +1ൽ നല്ല മാർക്ക് മേടിക്കണം എന്ന ആഗ്രഹത്തോടൊക്കെ തന്നെ +1ൽ അഡ്മിഷൻ എടുക്കും. പക്ഷേ ആ ഒരു ഫ്ലോയിലേക്ക് അങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു ലക്ഷ്യമൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പോകും. അവർ പല രീതിയിലേക്കും ഡൈവേർട്ടായി പോകും. അങ്ങനെ ഫുൾ A+ നേടാൻ സാധിക്കുമായിരുന്നിട്ടും അത് നേടാൻ കഴിയാതെ പോകുന്ന ഒരുപാട് കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം, നിങ്ങൾക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരാൾ പോലും ആ കാറ്റഗറിയിൽ ഉൾപ്പെടാൻ പാടില്ല. നിങ്ങളൊരു ലക്ഷ്യത്തോടു കൂടി +1ൽ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരണം. മക്കളെ, നമ്മളിപ്പോൾ ടീനേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ ഒരു ഡിറ്റർമിനേഷനോട് കൂടി നമ്മൾക്ക് ഫുൾ A+ നേടണം എന്ന ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് +1 +2ൽ ഫുൾ A+ഓട് കൂടിയല്ല ഫുൾ മാർക്കോട് കൂടെ തന്നെ പാസ്സാവാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ടായി, ഒരു ബാക്ക് ബോണായി നമ്മുടെ സൈലത്തിൻ്റെ അഗ്നി ബാഷ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എവിടെയെങ്കിലും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കുറവുണ്ട്, എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾക്ക് കൂട്ടിന് തുണിയായി നിങ്ങളെ ഗൈഡ് ചെയ്തു തരാൻ ഒരാൾ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, യു ഗൈസ് ആർ വെൽക്കം ടു അവർ അഗ്നി ബാഷ്. നിങ്ങൾക്ക് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളും DPP മെറ്റീരിയൽസും എക്സാം സീരീസുകളും PYQs അങ്ങനെ ഒരുപാട്
ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. സോ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എൻ്റെ കുഞ്ഞുങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഇനി ഒറ്റയ്ക്ക് പഠിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോവുക. പക്ഷെ ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ചോ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് വരിക. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.